ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് 2026 എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ താറാവ് കൃഷി ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വൈകിട്ടുള്ള സമയത്ത് 6 മണി ആ സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിച്ച് വളർത്താണെങ്കിൽ ചെറുപ്പം മുതലേ ഇതേപോലെ ഉണ്ടാകും. ചെറുപ്പം മുതലേ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അതിനുള്ള ചിക്സ് ആയിരിക്കുമ്പോൾ വാങ്ങിച്ച് വളർത്തണം. അവർക്ക് 100 രൂപ അങ്ങനത്തെ മരുന്നുകൾ, ഫീഡപ്പ് അങ്ങനത്തെ മരുന്നുകൾ കൊടുത്ത് വളർത്തണം. ഇപ്പോൾ സ്റ്റാർട്ടർ പിന്നെ വെള്ളത്തിൽ 100 രൂപ കലക്കി അങ്ങനെ കൊടുക്കണം. പിന്നെ ചെറുപ്പത്തിൽ തന്നെ ആണിനും പെണ്ണിനെയും തിരിച്ചറിയുകയാണെങ്കിൽ അങ്ങനെയും വാങ്ങാം. അപ്പോൾ അങ്ങനെ ആദ്യം ചെയ്യുക. പിന്നെയെന്ന് പറയുന്നത് അവർക്കധികം സ്ഥലമൊന്നും വേണ്ട. താറാവിനെ വളർത്താൻ അധികം സ്ഥലമൊന്നും വേണ്ട. ചെറിയൊരു കുളം കണ്ട, ഇവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. അവിടെ വന്ന് വെള്ളം കുടിക്കുന്നവർ കുളിക്കുന്നു. പിന്നെ നമ്മൾ തീറ്റ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചോളത്തവിടെ കൊടുക്കണം. അത് കൊടുക്കാൻ പറയുന്നില്ല. പിന്നെ നന്നായി മുട്ടയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ലെയർ മാഷ് അങ്ങനത്തെ സാധനങ്ങൾ നന്നായി കൂടുതൽ കൊടുത്താൽ അല്ല മുട്ടയ്ക്ക് നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് താറാവ് വളർത്തുമ്പോൾ ആൺതാറാവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് അധികം ആൺതാറാവുകളെ വളർത്തരുത്. അത് 2-3 ആൺതാറാവുകൾ മതി. അതായത് ഒരു 100 താറാവിന് ആൺതാറാവ് അത് 4-5 മതി. അങ്ങനെയാണ്. ഇവിടെ നമ്മുടെ വിഗോവ ഉണ്ട്. വിഗോവ ഒക്കെ കൂടിയിട്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെന്ന് പറയുന്നത് അവിൽത്തവിട് അങ്ങനെ സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവിൽത്തവിടൊന്നും അവർക്ക് ഗുണമേന്മയുള്ളതല്ല. അവിൽത്തവിട് കണ്ട, അവിൽത്തവിട് ഇപ്പം നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം നിർത്തി. അത് നമുക്ക് ലാഭമില്ല. പക്ഷേ അത് ലാഭമില്ല, അതുകൊണ്ട് നമുക്ക് നമ്മൾ അത് കൊടുക്കുന്നത് നിർത്തി. പക്ഷേ അതിന് നല്ല വിലയാണ്. ഇവിടെ കണ്ട, ഇവിടെ താറാവുകളൊക്കെ ഇപ്പോൾ രാത്രി കൂട്ടിക്കയറുന്ന സമയമില്ല. പിന്നെ നമ്മൾ ഗ്രൂപ്പുകളിലൊക്കെ കാണും മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന താറാവുകൾ വിൽപ്പനയ്ക്ക്. അത് അങ്ങനെയൊന്നും വാങ്ങാൻ പാടില്ല. എന്നുവെച്ചാൽ അവരത് മുട്ടയിട്ട് കഴിഞ്ഞ താറാവുകളൊക്കെ ആയിരിക്കാം. വേണമെങ്കിൽ ചെറുപ്പം മുതലേ വാങ്ങാം. അതാണ് നമ്മൾ പറയാനുള്ളത്. ചിലപ്പോൾ 6 മാസമായി മുട്ടയിടാൻ പോകുന്ന താറാവുകൾ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാകും. മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന താറാവുകളെന്ന് പറയുന്നത് അത് വാങ്ങരുത്. എന്നുവെച്ചാൽ നമ്മൾ വാങ്ങാതിരിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ചിലപ്പോൾ മുട്ടയിട്ട് കഴിഞ്ഞതായിരിക്കാം. പിന്നെ നമ്മൾ കുറേ തീറ്റ കൊടുത്തു, ലെയർ മാഷ് കൊടുത്തു. അവസാനം ചിലപ്പോൾ മുട്ടയിടുന്നുണ്ടാവില്ല. പിന്നെ അവരെ വളർത്താൻ ചെറിയ കൂടൊക്കെ മതി. കണ്ട, ഇതേപോലെ ചെറിയ കൂട് മതി. ഇതിനുള്ളിൽ ഇത് വിസ്താരം കണ്ട, ഇതിനുള്ളിൽ അത് ഇത്ര വിസ്താരമുള്ളൂ. പിന്നെ ഇവിടെ മേലെ ഓടി ഇട്ടിട്ടുണ്ട്. വെള്ളം അകത്തേക്ക് കിടക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ ചെളിപൊളിയാവും. കണ്ട, പിന്നെന്താ പറയുന്നത് ഇവർക്ക് എപ്പോഴും ഇവരുടെ അവിടെ വെള്ളം ഉണ്ടാവണം. വെള്ളമില്ലെങ്കിൽ അവർക്കത് വെള്ളം കുടിക്കാൻ അയച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ദാഹം വരും. പിന്നെ ചിലപ്പോൾ ചത്തുപോകാനൊക്കെ സാധ്യത ഉണ്ടാവും. എപ്പോഴും അവർക്ക് വെള്ളം വേണം. കണ്ട, എപ്പോഴും വെള്ളം വേണം. നമ്മുടെ കോഴികളൊക്കെ ഇടിണ്ട്. കണ്ട, കോഴികളൊക്കെ ചിലതൊക്കെ കൂട്ടിക്കറിയിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പൊരിഞ്ഞിക്കോഴിനുള്ളിലിരിക്കുന്നുണ്ട്. ഉമ്മാരുണ്ട് ഇവിടെ. കണ്ട, ചെറുപ്പം മുതലേ വാങ്ങണം. പിന്നെ കൊണ്ടിരിക്കുന്ന താറാവുകളെ വാങ്ങരുത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ള പകുതി മാസമൊക്കെ ആയിട്ടുള്ള താറാവുകളാണ് ഈ കൂട്ടിലുള്ളത്. ഇതിൽ 2 പടത്താറാവും 4 ആൺതാറാവും ആണുള്ളത്. ഇതിപ്പോൾ എല്ലാം കൂട്ടി കയറിയിട്ടുണ്ട്. അവരുടെ സമയം ഇപ്പം എല്ലാം കൂട്ടി കയറിയിട്ടുണ്ട്. 2 കൂട്ടിൽ. ഇവിടെ ഒരു താറാവ് ഇരിക്കുന്നുണ്ട് കണ്ട. പിന്നെ വെയിലുള്ള സമയങ്ങളിൽ ഭയങ്കരമായിട്ട് അവർക്ക് ചൂടെടുക്കും. പിന്നെന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. അവർ കയറി ഒടുങ്ങിയിട്ടില്ല അതും കൂട്ടിൽ. അപ്പം നമുക്ക് കൂട്ടി കയറ്റണം. അപ്പോൾ എല്ലാവർക്കും ബൈ.